My dear friends, welcome to my channel. സ്റ്റേറ്റ് CBSE ICSE +2 ഫലങ്ങളെല്ലാം പുറത്തു വന്നു കഴിഞ്ഞു. കേരളത്തിൽ ഇപ്പോൾ ഡിഗ്രി പ്രവേശനത്തിൻ്റെ കാലമാണ്. കുറച്ച് പേർക്ക് മെഡിസിൻ ലഭിക്കുമ്പോൾ കുറേ പേർക്ക് എഞ്ചിനീയറിങ്ങിന് അതുപോലെ ഡിപ്ലോമയ്ക്ക് BTechനൊക്കെ അഡ്മിഷൻ ലഭിക്കും. ബഹുഭൂരിപക്ഷം പേർക്കും ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ BA BSc BCom കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കും. ഇഷ്ടപ്പെട്ട കോഴ്സ് ചിലർക്ക് കിട്ടുമ്പോൾ ബഹുഭൂരിപക്ഷം പേർക്ക് കിട്ടാൻ പോകുന്നത് അവർ ഇഷ്ടപ്പെട്ട കോഴ്സ് ആവണമെന്നില്ല. കോഴ്സ് ഇഷ്ടപ്പെടാതെങ്കിലും കിട്ടിയാൽ പഠിക്കണമല്ലോ. എക്സലൻ്റ് ആയിട്ടൊരു കോഴ്സ് പഠിച്ച് പൂർത്തിയായി പുറത്തു വരുന്നതിന് വേണ്ട ചില ടിപ്സാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രിപ്ഷനും ഒക്കെയാണ് എൻ്റെ മോട്ടിവേഷൻ. അപ്പോൾ ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടാൻ വേണ്ടി ശ്രമിക്കുക. ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടിയില്ലെങ്കിലോ കിട്ടിയ കോഴ്സ് നിങ്ങൾ ഇഷ്ടപ്പെടുക. ഇഷ്ടപ്പെടാത്ത കോഴ്സ് വെറുപ്പോഴും പഠിച്ചാൽ എന്തുണ്ടാവും എന്നുള്ളത് ഞാൻ പറയേണ്ടതില്ല. കാരണം ഇത് 3 കൊല്ലം 4.5 വർഷം വരെ നീളുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ അതാണ് എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടാൻ ശ്രമിക്കുക. കിട്ടിയില്ലെങ്കിൽ കിട്ടിയ കോഴ്സിനെ ഇഷ്ടപ്പെട്ട് പഠിക്കുക. 2 ഉത്കണ്ഠകളാണ് പൊതുവെ, കൺസേൺസ് ആണ് പഠിക്കുന്ന കുട്ടികൾക്കുണ്ടാവുക. ആദ്യം വാട്ട് ടു ലേൺ എന്നുള്ളത്, എന്ത് പഠിക്കണം, ഏത് കോഴ്സ് പഠിക്കണം എന്നുള്ളതാണ്. അതിപ്പോൾ അഡ്മിഷൻ കഴിയുന്നതോടെ ആ കൺസേണിന് പരിഹാരമാവും. രണ്ടാമത്തെ കൺസേൺ എന്ന് പറയുന്നത് എങ്ങനെ പഠിക്കണം, ഹൗ ടു ലേൺ, എങ്ങനെ പഠിക്കണം. അപ്പോൾ ആ ഒരു കൺസേണിന് ഒരു റീസൺ ഉണ്ടെന്ന് പറയാം. കാരണം പുതിയൊരു അറ്റ്മോസ്ഫിയറിൽ പുതിയ കോളേജുകളിലേക്ക് പോവുക, പുതിയ കോഴ്സ്, പുതിയ സബ്ജക്ട്സ്, പുതിയ പേപ്പേഴ്സ് ഒക്കെ ആകുമ്പോൾ എങ്ങനെ പഠിക്കും എന്നുള്ളതിനെ പറ്റിയിട്ട് കൺസേൺ ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ്. അപ്പോൾ വാട്ട് ടു ലേൺ, ഹൗ ടു ലേൺ. എന്നാൽ മറ്റൊന്നുകൂടി ഇല്ലേ, വൈ ടു ലേൺ. ഈ 3 ഉണ്ടല്ലോ, വാട്ട് ടു ലേൺ, ഹൗ ടു ലേൺ, വൈ ടു ലേൺ എന്നതിൽ ആ വൈ ടു ലേൺ എന്നുള്ളതല്ലേ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അതിന് വ്യക്തമായ ഒരു ഉത്തരമുണ്ടെങ്കിൽ, ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ, എന്തിനു പഠിക്കണം എന്നുള്ളതിന് വ്യക്തമായ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടെങ്കിൽ തീർച്ചയായും ഹൗ ടു ലേൺ എന്നുള്ള ക്വസ്റ്റ്യൻ ഉദിക്കുന്നില്ല. നമ്മൾ എങ്ങനെയായാലും അത് പഠിച്ചിരിക്കും. പ്രതിബന്ധങ്ങൾ എന്തായാലും അതെല്ലാം ഓവർകം ചെയ്ത് എക്സലൻ്റ് ആയിട്ട് നമ്മൾ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കും. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ കൊച്ചിക്കാരനാണെന്ന് ഇരിക്കും. രാവിലെ 7 മണിക്ക് നിങ്ങൾക്ക് ഒരു ഫോൺ കോൾ വരുന്നു. 11 മണിക്ക് തിരുവനന്തപുരത്ത് എത്തണം. ആകെ 4 മണിക്കൂറുണ്ട്. നിങ്ങൾ ഒട്ടും പ്രിപ്പയർഡ് അല്ല. പല്ല് തേച്ചിട്ടില്ല, കുളിച്ചിട്ടില്ല, പ്രസ് ചെയ്തിട്ടില്ല. ശരിയാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യും, എങ്ങനെ 4 മണിക്കൂർ കൊണ്ട് ഇതെല്ലാം ചെയ്ത് തിരുവനന്തപുരത്ത് എത്തും എന്ന ചിന്തയായിരിക്കും നിങ്ങൾ അകറ്റാൻ പോകുന്നത്. പിന്നെ ട്രാഫിക് പ്രോബ്ലംസ്, ബസ് കിട്ടുമോ ഇല്ലയോ തുടങ്ങിയിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മിക്കവാറും നിങ്ങൾ പോകാണ്ടെന്ന് തീരുമാനിക്കും. 11 മണിക്ക് എത്താൻ പറ്റില്ല. ഇനി പോയാൽ തന്നെയോ 11 മണിക്ക് എത്താനും കഴിയാൻ പോകുന്നില്ല. പക്ഷെ രാവിലെ വിളിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം പറയുന്നിരിക്കട്ടെ, 11 മണിക്ക് എത്തിയാണെങ്കിൽ നിങ്ങൾക്കൊരു സ്ഥിരം ജോലി, അട്രാക്റ്റീവ് സാലറി ഉള്ള ഒരു ജോലി കിട്ടുമെന്ന് കൂടി പറഞ്ഞാൽ നിങ്ങൾ എത്തുമോ ഇല്ലയോ? തീർച്ചയായിട്ടും നിങ്ങൾ എത്തിയിരിക്കും. വാട്ട് എവർ മേ ബി ദ പ്രോബ്ലംസ്, ഹാർഡിൽസ്, റോഡ് ബ്ലോക്സ് എന്തായാലും അതിനെല്ലാം ഓവർകം ചെയ്ത്, ആ ചലഞ്ചസ് എല്ലാം നിങ്ങൾ ഓവർകം ചെയ്ത് 11 മണിക്ക് അല്ല അതിന് മുമ്പായിട്ട് നിങ്ങൾ ആ സ്ഥലത്ത് എത്തിയിരിക്കും. ദാറ്റ് ഈസ് ദ പവർ ഓഫ് വൈ. എന്തിനു വേണ്ടി തിരുവനന്തപുരത്ത് പോകണം, അതിന് വ്യക്തമായ ഉത്തരവുണ്ട്. ഇത് 4 മണിക്കൂറിൻ്റെ കാര്യമാണെങ്കിൽ ഇത് 4 കൊല്ലത്തെ കോഴ്സല്ലേ ഡിഗ്രി എന്ന് പറയുന്നത്. അത് സാധാരണ കോഴ്സുകൾക്ക് 3 വർഷമാണെങ്കിൽ ചില കോഴ്സുകൾക്ക് 4 ചില കോഴ്സുകൾക്ക് 4.5 വർഷമാണ്. അതിനിടയ്ക്ക് 6 സെമസ്റ്റർ ആവാം, 8 സെമസ്റ്റർ ആവാം, 9 സെമസ്റ്റർ ആവാം. ഓരോ സെമസ്റ്ററിലും നിരവധി പരീക്ഷകൾ, പ്രാക്ടിക്കൽസ്, ഇതെല്ലാം നന്നായിട്ട് പഠിച്ച് ആ കോഴ്സ് എക്സലൻ്റ് ആയിട്ട് പുറത്തേക്ക് വരിക എന്ന് വെച്ചാൽ അതിന് വൈ എന്നുള്ളത് ആൻസർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇതൊന്നും നടക്കുമെന്ന് ഉറപ്പില്ല. വൈ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ദാറ്റ്സ് ദ പവർ ഓഫ് വൈ. അപ്പോൾ നമുക്ക് ആ വൈ എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോഴേ നിങ്ങൾക്ക് ഒരു ആൻസർ ഉണ്ടായിരിക്കണം. പഠിച്ചിട്ട് എന്ത്, വാട്ട് ആഫ്റ്റർ ദ കോഴ്സ് അതാണ്. വൈ ഷുഡ് ഐ ലേൺ, വൈ ഷുഡ് ഐ ജോയിൻ ദിസ് കോഴ്സ്, വൈ ഐ ഷുഡ് കംപ്ലീറ്റ് ദിസ് കോഴ്സ് എന്നുള്ള, ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം ഉണ്ടായിരിക്കണം എന്നാണ് എനിക്ക് രണ്ടാമതായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം, വേറൊരു എക്സാമ്പിൾ പറയാം. ഒരു മാച്ച് നടക്കുന്നു, ഫുട്ബോൾ മാച്ച്. അവിടെ 2 ടീമുകൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ആ ഗോൾ പോസ്റ്റുകൾ മാറ്റി നിന്നിരിക്കട്ടെ, പിന്നെ കളിയുടെ ഗതി എന്താവും? അവർക്ക് ലക്ഷ്യം നഷ്ടപ്പെടുന്നു, സെൻസ് ഓഫ് ഡിറക്ഷൻ നഷ്ടപ്പെടുന്നു, കളിയുടെ വീറും വാശി നഷ്ടപ്പെടുന്നു, കളി നിൽക്കുന്നു. ഇതുപോലെ തന്നെയാണ് പഠനത്തിൻ്റെ കാര്യവും.
പഠനത്തിന് ലക്ഷ്യമില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ആ മോട്ടിവേഷൻ നഷ്ടപ്പെടുന്നു, പിന്നെ നമ്മൾ ഉഴപ്പാൻ പോകുന്നു, അങ്ങനെ കോഴ്സ് ഒന്നും ഇല്ലാതായി തീരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ശക്തമായിട്ടുള്ള ഗോൾ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തിങ്ങാണ്. അതായത് ഈ സെറ്റ് ദ ഗോൾ അറ്റ് ഏർലിയസ്റ്റ് ഇഫ് യു ഹാവ് നോട്ട് എറ്റ് സെറ്റ് ദ ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി മറ്റൊന്ന് പറയാനുള്ളത്, നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്താൽ മാത്രം പോരാ, അത് എഴുതി വെക്കണം എന്നുള്ളതാണ്. എഴുതി വെക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ ബ്രൂസിലിയെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഹോളിവുഡിലെ വലിയ നടനായിരുന്നു ബ്രൂസിലി. അദ്ദേഹം ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിന് ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഏറ്റവും വിലയേറിയ ഹോളിവുഡിലെ ഒരു തിരക്കേറിയ അതുപോലെ ഏറ്റവും വിലയേറിയ ഒരു താരമായി മാറുക എന്നുള്ളത്. അദ്ദേഹം ഒരു ഗോൾ എഴുതി വെച്ചു. അതിൻ്റെ എഫക്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഴുതി 4 വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് അദ്ദേഹം ഏറ്റവും വിലയേറിയ, ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ, ഏറ്റവും ചിലവേറിയ ഒരു താരമായിട്ട് ഉയർന്നു എന്നുള്ളതാണ് സത്യം. ദാറ്റ് ഈസ് ദ പവർ ഓഫ് റിട്ടൺ ഗോൾ. അപ്പോൾ ഗോൾ നമ്മൾ എഴുതി വെക്കുന്നതോടെ, എഴുതി വെച്ചാൽ മാത്രം പോരാട്ടോ, നിങ്ങൾ എഴുതാ, നിങ്ങൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, പഠിച്ചായിട്ട് എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകണം എന്നുള്ളത് വ്യക്തമായി എഴുതി കഴിഞ്ഞാൽ അത് എഴുതി അതിന് താഴെ സൈൻ ചെയ്തിട്ട് നിങ്ങൾ അത് തൂക്കി നിങ്ങളുടെ ഭിത്തിയിൽ തന്നെ, നിങ്ങളുടെ മുറിയിൽ തന്നെ എപ്പോഴും എന്തായാലും കാണത്തക്ക രീതിയിൽ അത് തൂക്കിയിടുക, അല്ലെങ്കിൽ പതിപ്പിച്ച് വയ്ക്കുക. അങ്ങനെ വെച്ചുമ്പോൾ നമ്മൾ എപ്പോഴും ഫോക്കസ്ഡ് ആയിരിക്കും. യു വിൽ ബി ഫോക്കസ്ഡ് ഓൺ ദ ഗോൾ ഓൾവേസ്. എല്ലാ ദിവസവും നിങ്ങൾ ലക്ഷ്യത്തിൽ നിങ്ങൾ ഫോക്കസ്ഡ് ആയിരിക്കും. യു വിൽ ഹാവ് എ സെൻസ് ഓഫ് ഡയറക്ഷൻ എന്നുള്ളതാണ്. ഒരു ദിശാബോധം ഉണ്ടാവും, മോട്ടിവേഷൻ ഉണ്ടാവും, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടതായിട്ടുള്ള എനർജി അതെല്ലാം നിന്നുണ്ടാവും. തീരുമാനങ്ങൾ എടുക്കാൻ എളുപ്പമായിരിക്കും. എന്ത് ചെയ്യണം, എന്ത് ചെയ്യേണ്ട എന്നുള്ളത്. സമയത്തിന്റെ വില നിങ്ങൾ മനസ്സിലാക്കും എന്നുള്ളതാണ്. നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സമയം നമുക്ക് ആരും വെറുതെ ഇരിക്കുന്നവരല്ല. പഠിക്കണം, പ്രാക്ടീസിന്റെ കാര്യങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ ഫ്രണ്ട്ഷിപ്സുകളുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, അങ്ങനെ സോഷ്യൽ മീഡിയ ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്. ഇതൊക്കെ വേണ്ടത് തന്നെയാണ്. പക്ഷെ ആ കാര്യങ്ങളിൽ നമുക്കിങ്ങനെ ഗോൾ സെറ്റ് ചെയ്തിട്ട് നമുക്ക് അത് നേടാനായിരിക്കണം നമുക്ക് ഏറ്റവും കൂടുതൽ സമയവും മാറ്റിവെക്കേണ്ടത്. അതുകൊണ്ട് യു വിൽ ബി ഏബിൾ ടു പ്രിയോറിറ്റൈസ് യുവർ ആക്ടിവിറ്റീസ്. അതാണ് ഗോൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഗോളിലേക്ക് നയിക്കുന്ന പ്രവൃത്തികൾക്ക് നിങ്ങൾ പ്രയോറിറ്റി നൽകും. അപ്പോൾ ചില കാര്യങ്ങളോട് നിങ്ങൾക്ക് നോ പറയാനും കഴിയും. ചില കാര്യങ്ങൾ നമുക്ക് അനാവശ്യമായ കാര്യങ്ങൾ, ടൈം വേസ്റ്റേഴ്സ് തന്നെ പറയാം. ഇപ്പോൾ ചാറ്റിങ് ഒരുപാട് നേരം, അനാവശ്യമുള്ള ഒരുപാട് ഗ്രൂപ്പുകൾ, അതുപോലെ പുകവലിയും അമിതമായ ഉറക്കം, ഡ്രഗ്സ് അബ്യൂസ് തുടങ്ങിയിട്ട് ഒരുപാട് നമ്മളെ വഴിതെറ്റിക്കാൻ കഴിയുന്ന ഡിസ്ട്രാക്ഷൻ, ഒരുപാട് സൗകര്യങ്ങൾ ഇന്നത്തെ കാലത്തുള്ളപ്പോൾ കോളേജ് പഠിക്കുമ്പോൾ ഉള്ളതെന്ന് കൊണ്ടിട്ട് അതിനൊക്കെ നോ പറയാൻ കഴിയണമെങ്കിലും നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കണം എന്ന് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എത്ര കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഡിയർ സ്റ്റുഡൻസ്, യു ആർ റെസ്പോൺസിബിൾ ഫോർ യുവർ സ്റ്റഡീസ്, യു ആർ റെസ്പോൺസിബിൾ ഫോർ യുവർ ഫ്യൂച്ചർ, യു ആർ റെസ്പോൺസിബിൾ ഫോർ യുവർ ലൈഫ്. നിങ്ങളുടെ പഠിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടേത് മാത്രമാണ്. അത് മറ്റാർക്കും ഏറ്റെടുക്കാൻ കഴിയില്ല. ഡിയർ ഫ്രണ്ട്സ്, മലയാളിയുടെ ശരാശരി വയസ്സ് എന്ന് പറയുന്നത് 74ആണ്. ആ 74 വയസ്സ് വരെയുള്ള പ്രായത്തിൽ കുറച്ച് കാലം പഠനത്തിന് വേണ്ടി മാറ്റിവെച്ച് അത്തരം പ്രവർത്തികൾക്ക് പ്രയോറിറ്റി കൊടുത്താൽ ബാക്കിയുള്ള കാലം 19 വർഷം നിങ്ങൾക്ക് സുഖമായിട്ട് അടിച്ചുപൊളിച്ച് ജീവിക്കാൻ കഴിയും. സോ നിങ്ങൾക്ക് കഴിയട്ടെ. നിങ്ങൾ ഏറ്റെടുത്ത കോഴ്സ് എക്സലൻ്റ് ആയിട്ട് പൂർത്തിയാക്കി കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സോ അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ, കമൻസോ അല്ലെങ്കിൽ സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ, കമൻറ്റ് പോർഷനിൽ ഇടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ തീർച്ചയായും നിങ്ങൾ അതിനെല്ലാം മറുപടി തരുന്നതായിരിക്കും. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.